just landed at Kuala Lumpur International Airport. Please be informed that your arrival will be at Asia number 1 LCC Hub Gate 2. നിങ്ങൾ ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? നമുക്ക് മലേഷ്യയിലേക്കൊന്ന് പോയാലോ? അപ്പോൾ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മലേഷ്യ. Selamat datang. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മലേഷ്യയുടെ കംപ്ലീറ്റ് ട്രാവൽ ഗൈഡാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് വരെ മിസ്സാക്കാണ്ട് നിങ്ങൾ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് കൊച്ചിയിൽ നിന്ന് മലേഷ്യയിലേക്ക് വരുന്ന ടിക്കറ്റ് പ്രൈസാണ്. അപ്പോൾ റൗണ്ട് ട്രിപ്പ്, അതായത് നമ്മൾ പോയിട്ട് വരാനായിട്ട് 13,000 to 15,000 ആ റേഞ്ചിൽ മാത്രമേ ടിക്കറ്റ് പ്രൈസ് ആവുന്നുള്ളൂ. 13,000 to 15,000 ആണ് ആവുന്നത്. 15 ആണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഫ്ലൈറ്റ്സ് വരുന്നത് എയർ ഏഷ്യയാണ് ബെസ്റ്റ് ചീപ്പായിട്ട് നമുക്ക് കിട്ടുക. വേറെ ഫ്ലൈറ്റ്സ് അവൈലബിൾ ആണ്, അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതേപോലെ ദുബായിൽ നിന്ന് നമ്മൾ മലേഷ്യയിലേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു റൗണ്ട് ട്രിപ്പ് റേറ്റ് എന്ന് പറയുന്നത് 1,200 dirhams to 1,800 dirhams ആണ് റൗണ്ട് ട്രിപ്പ് കോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി കൊച്ചിയിലേക്കായാലും കുറച്ചുകൂടെ ഹൈ ആണ് നമ്മൾ ദുബായിൽ നിന്ന് ഫ്ലൈ ചെയ്യുമ്പോൾ. നമ്മൾ പോയ സമയത്ത് നമ്മൾ ബാട്ടിക് എയർ, അതായത് ദുബായ് ടു കോലാലംപൂർ ബാട്ടിക് എയർലൈൻസിലായിരുന്നു പോയത്. ബാട്ടിക് ഉണ്ട്, അതേപോലെ തന്നെ വേറെ എയർലൈൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ബുക്ക് ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മൾ 2 months പ്രയറായിട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് വിസാനെ പറ്റിയിട്ടാണ്. വിസ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ഫ്രീ ആണ്. വിസ ഫ്രീ കൺട്രിയാണ് മലേഷ്യ. സോ വിസയുടെ ആവശ്യമില്ല. അതേപോലെ മലേഷ്യയിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത്, എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു ഫോം ഫിൽ ചെയ്യാൻ തരും. ഓൾറെഡി നിങ്ങൾക്ക് ഓൺലൈനിൽ ഒരു 3 days 2 days 1 day ബിഫോർ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ പേര് MDAC എന്നാണ്, മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ് എന്നാണ്. അത് നമ്മൾ ഫില്ലപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തുന്ന സമയത്ത് അവർ നമ്മുടെ അടുത്ത് പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ ചോദിക്കും. അതായത് പ്രയറായിട്ട് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടാവണം. അത് നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സൈറ്റിൽ നിന്നാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹോട്ടൽസ്. അപ്പോൾ നല്ല റേറ്റിന് കിട്ടും. ഞാനീ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ബുക്ക് ചെയ്യുക. പിന്നെ വരുന്നതാണ് നമ്മൾ റൗണ്ട് ട്രിപ്പ്, അതായത് നമ്മൾ റൗണ്ട് ടിക്കറ്റാണ് കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ പോകുന്ന ഡേറ്റും കൂടെ ആ ഒരു ടിക്കറ്റും കൂടെ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എപ്പോഴും റൗണ്ട് ട്രിപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ കണക്റ്റഡ് ഫ്ലൈറ്റ് വേറെ കൺട്രിയിലേക്കാണ് പോകുന്നതെങ്കിൽ അത് കാണിച്ചു കൊടുത്താലും മതി. അപ്പോൾ പ്രയറായിട്ട് നമ്മൾ അതും കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ മലേഷ്യയിൽ എത്തിയതിന് ശേഷം കാണേണ്ടതായിട്ടുള്ള പ്ലേസസും അതേപോലെ തന്നെ നമ്മൾ കഴിച്ചിരിക്കേണ്ട ഫുഡുകളും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ മസ്റ്റ് ട്രൈ ആക്കണം. അപ്പോൾ ട്വിൻ ടവർ വ്യൂ വരുന്ന അടിപൊളിയായിട്ടുള്ള ഹോട്ടൽസ് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വേറെ വീഡിയോയിൽ കാണുന്നവരെ ബായ്.